ഒന്ന് ക്രോമറ്റോഗ്രാഫി നോക്കാം. ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് പോകട്ടെ. ഓക്കെ. സോ നിങ്ങൾക്ക് 4 ടൈപ്പാണ് മെയിൻ, 4 ടൈപ്പ് ക്രോമറ്റോഗ്രാഫിയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഒന്ന് കോളം ക്രോമറ്റോഗ്രാഫി, പിന്നെ ഗ്യാസ് ക്രോമറ്റോഗ്രാഫി, പിന്നെ ഹൈ പ്രഷർ തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി. ഇതിൽ കോളം ക്രോമറ്റോഗ്രാഫിയും തിൻ ലെയറും ഏകദേശം ഒരുപോലത്തെ നാട്സ് ഓപ്ഷന്റെ അകത്ത് വരുന്ന നാട്സ് ഓപ്ഷൻ ആണ് മെക്കാനിസം. അപ്പൊ അത് രണ്ടും ഇന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി രണ്ടും നോക്കാം. ഇതില് ജനറൽ ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കോളം ക്രോമറ്റോഗ്രാഫിയിൽ പറയുന്നതിന് മുന്നേ? ഇത് നിങ്ങൾ ക്ലാസ്സസ് കേട്ടിട്ടുള്ളതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്ലാരിഫൈ ചെയ്യണമെന്നുള്ള? സാർ, ഇതിനകത്തെ ഈ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് സോൾവെന്റുമായിട്ട് റിലേഷൻ ഉണ്ടല്ലോ, അബ്സോർപ്ഷൻ, അങ്ങനെ എന്തെങ്കിലും റിലേഷൻ വല്ലതും ഉണ്ടോ? റേറ്റ് ഓഫ് ഫ്ലോയോ? സോൾവെന്റിന്റെ റേറ്റ് ഓഫ് ഫ്ലോ. സോൾവെന്റിന്റെ ഫ്ലോ റേറ്റ് ചെയ്യും. അത് സോൾവെന്റ് ഇങ്ങനെ പെട്ടെന്ന് താഴോട്ട് പോവുകയാണ്. ഇപ്പൊ കോളത്തിന്റെ മുകളില് നമ്മൾ ഒഴിച്ചിട്ട് ഇപ്പൊ പെട്ടെന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ ഇതിന്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മിക്സ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കോളം ക്രോമറ്റോഗ്രാഫിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ടൈം എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവെന്റ് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പതിയെ പോവാവും. അപ്പൊ അതിന്റെ ഫ്ലോ റേറ്റ് എപ്പോഴും കുറവായിരിക്കണം. ഫ്ലോ റേറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ പീക്ക് ബ്രോഡനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിനൻ ഉണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഈ പറയുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സപ്പ് ആയി പോകും. ഓക്കെ, അതാണ് ഫ്ലോ റേറ്റ് ഓഫ് സോൾവെന്റ്. മനസ്സിലായോ? അപ്പൊ ഫ്ലോ റേറ്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ബാൻഡ് വിത്ത് സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതലാണെന്ന് ആവുന്നോ? അതെ, സ്പ്രെഡ് ചെയ്യുന്നത് കൂടെ മിക്സിങ് അപ്പ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ് നടക്കും. ഈ 2 സാധനങ്ങളില്ലേ, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മിക്സപ്പ് ആയി പോകും. ഓക്കെ, പീക്ക് ബ്രോഡനിങ് എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, സോ കോളം ക്രോമറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ അറിയാം, നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. ഇതുപോലൊരു ഇതുണ്ടാവും, ഒരു കോളം ഗ്ലാസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന. അതിൻ്റെ അകത്ത് നമ്മളൊരു 2 ക്രോമറ്റോഗ്രാഫിയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും 2 ഫേസ് ഉണ്ട്. ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, ഒരു മൊബൈൽ ഫേസ് ഉണ്ടാവും. സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് സിലിക്ക, അതുപോലെ സെല്ലുലോസ്, പിന്നെ അലുമിന എന്നൊക്കെ പറയുന്ന കെമിക്കൽസ് ആണ് മെയിൻ ആയിട്ട്. അതും ആരോ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഇവർ ഇത് എടുക്കുന്നതെന്ന് അല്ലെ? ഓക്കെ, പറയാം. ഡൗട്ടുണ്ടോ? So chromatography is widely used a technique in chemistry and in biochemistry to separate, purify and analysis mixture of compounds. നമുക്ക് വളരെ എന്താ പറയാ, നോർമലി ഇവാപറേഷനോ അല്ലെങ്കിൽ ഫിൽട്രേഷൻ ഒന്നും ചെയ്താലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കെമിക്കലി മിക്സ് ആയിരിക്കുന്ന കെമിക്കൽസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിലൈസ് ഓൺ ഡിഫറൻഷ്യൽ അബ്സോർപ്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ എ സ്റ്റേഷനറി ഫേസ് ആൻഡ് മൊബൈൽ ഫേസ്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അറിയാം, സർഫസ് ഫിനോമിനാണ്. ഒരു മെറ്റീരിയൽ, അതായത് ഒരു മോളിക്യൂളിന്റെ സർഫസിൽ വേറൊരു മോളിക്യൂൾ വന്ന് അബ്സോർബ് എന്ന് വെച്ചാൽ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസൈഡിലോട്ട് പോകും മോളിക്യൂൾസ്. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ സർഫസിൽ മാത്രം ഒരു ലെയർ പോലെ നമുക്ക് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കീ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, ഒരു സോളിഡ് മെറ്റീരിയൽ ആയിരിക്കും. ഇത് കോളം ക്രോമറ്റോഗ്രാഫി ആണ് കേട്ടോ പറയുന്നത്. അതിന്റെ ഒരു സോളിഡ് മെറ്റീരിയൽ ആയിരിക്കും. ടിപ്പിക്കലി സിലിക്ക ജെൽ അല്ലെങ്കിൽ അലുമിനിയം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ സെല്ലുലോസും യൂസ് ചെയ്യുക. ടാഗ്ഡിന്റെ വെർട്ടിക്കൽ ഗ്ലാസ്, മെറ്റൽ കോളം നോർമലി എടുക്കത്തില്ല, ഗ്ലാസ് തന്നെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. പ്രൊവൈഡ്സ് സർഫസ് ഫോർ ദ സാമ്പിൾ ഓഫ് ദ കമ്പോണൻസ് ടു അഡ്സോർബ്. സ്റ്റേഷനറി ഫേസിലായിരിക്കും ഈ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കെമിക്കൽസ്
അബ്സോർബ് ചെയ്ത് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഇത് എന്തുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്യുക? ഈ സിലിക്ക എന്ന് പറയുന്നതിന്റെ കെമിക്കൽ നെയിം എന്താ? കെമിക്കലി വാട്ട് ഈ സിലിക്ക? SiO2. SiO2. വെരി ഗുഡ്. സ്ട്രക്ചർ അറിയോ സിലിക്കയുടെ? ഇനി അല്ലാണ്ട് എന്താണെന്നറിയോ സിലിക്ക എന്ന് വെച്ചാൽ എന്താണ്? സാൻഡാണ്. സാൻഡ് ആണ്. വെരി ഗുഡ്. സാൻഡ് ആണ് സിലിക്ക എന്ന് പറയുന്നത്. SiO2. ഈ SiO2 എന്ന് പറയുന്നത് സ്ട്രക്ചർ ഒരു നമ്മള് മറ്റേ പഠിച്ചിട്ടുള്ളതാണ്. ഇനോർഗാനിക് പോളിമർ ആണ് സിലിക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെയായിട്ട് വികരിക്കുക. ഓക്സിജൻ, ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും. ഇവരുടെ പ്രത്യേകത ഇതിന്റെ എല്ലാത്തിന്റെ എൻഡില് OH കൂടെ ഉണ്ടാവും. ഇൻസൈഡ് എല്ലായിടത്തും ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് പോയിട്ട് ഇതിന്റെ ഔട്ടർ സർഫസിൽ എല്ലായിടത്തും OH ബോൺസ് ഉണ്ടാവും. പിന്നെ സിലനോൾ ബോൺസ് എന്ന് പറയാം. സിലനോൾ ഗ്രൂപ്പ്സ്, അതായത് ഓൾ ഗ്രൂപ്പ് വരുന്നു. OH ഗ്രൂപ്പ് സിലിക്കന്റെ അകത്ത് വരുന്നു, സിലിക്കയുടെ അവിടെ വരുന്നെന്ന് വിചാരിച്ചാൽ സിലനോൾ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആക്ച്വലി ഈ സിലനോൾ ഗ്രൂപ്പ്സ് ആണ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സിലനോൾ ഗ്രൂപ്പ്സിലാണ് നമ്മുടെ ഏതാണോ സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നത് അവർ വന്നിരിക്കുന്നത് സിലനോൾ ഗ്രൂപ്പ്സിലാണ്. എന്റെ റീസൺ എന്തായിരിക്കും എന്ന് അറിയാം? പൊളാരിറ്റി ആണ് റീസൺ. ഇവിടെ എങ്ങനെയാ പൊളാരിറ്റി വരുന്നത്? അറിയോ ആർക്കെങ്കിലും? എന്തുകൊണ്ടായിരിക്കും OH ബോണ്ടിൽ പൊളാരിറ്റി വരുന്നത്? ഹൈഡ്രജന്റെ പ്രസൻസ്. ഹൈഡ്രജന്റെ പ്രസൻസ് അല്ല. ഹൈഡ്രജന്റെ പ്രസൻസും വരാം, പക്ഷെ അവിടെ മെയിൻ ആയിട്ട് വേറൊരു സാധനമുണ്ട് പൊളാരിറ്റി മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്സിജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്സിജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. ഓക്സിജന്റെ 2 ലോൺ പെയർസ് ഉണ്ടാവും. അതാണ് മെയിൻ റീസൺ. ശരിക്കും ഇവിടെ OH ബോണ്ട് എന്ന് പറയുന്നത് തന്നെ പോളാർ ബോണ്ടാണ്. ആ പൊളാരിറ്റിയുടെ ഒക്കെ റീസൺ ഓക്സിജന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ്. അപ്പൊ ആ ഒരു ഈ ഒരു പൊളാരിറ്റി വെച്ചിട്ടാണ് ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഈ സെല്ലുലോസിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻഡിൽ എല്ലായിടത്തും OH ഗ്രൂപ്പ്സ് കാണാൻ പറ്റും. സെല്ലുലോസിന്റെ ഒരു വലിയ സ്ട്രക്ചർ ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ OH ഉണ്ട്. അലുമിന എന്ന് പറയുന്നത് എന്താ? അലുമിന Al2O3. Al2O3 അലുമിനിയം ഓക്സൈഡ് ആണ്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ കാണാൻ പറ്റും. ഓക്സിജന്റെ അവിടെ ഡബിൾ ബോണ്ട് ലോൺ പേഴ്സ് ഒക്കെ ഉണ്ടാവും. പോളാർ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? അപ്പൊ നമ്മൾ നോർമലി സ്റ്റേഷനറി ഫേസിൽ എടുക്കുന്നത് നോർമൽ കോളം ക്രോമറ്റോഗ്രഫിയില് എല്ലാം എന്തായിരിക്കും? പോളാർ ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസ് ആയിരിക്കും എടുക്കുന്നത്. അടുത്ത് വരുന്നത് മൊബൈൽ ഫേസ് ആണ്. മൊബൈൽ ഫേസ് എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യുന്ന ഫേസ്. നമ്മളിവിടെ എടുക്കുന്നത് ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും, ഒരു ഫ്ലൂയിഡ് ആയിരിക്കും എടുക്കുന്നത്. ദാറ്റ് ഫ്ലോസ് ത്രൂ ദ സ്റ്റേഷനറി ഫേസ്. ഈ സ്റ്റേഷനറി ഫേസിന്റെ ഇടയിൽ കൂടെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം. ആൻഡ് ദിസ് ഹെൽപ്സ് ടു ക്യാരി ദ കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ ത്രൂ ദ കോളം. ആ കോളത്തിൽ കൂടെ ഇതിൽ മനസ്സിലാവും. ഇത് ഒരു കോളമാണ് നമ്മുടെ. ഇവിടെ നമ്മൾ ഏതാണ് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സർ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ഫേസ് മൊബൈൽ ഫേസ് ലിക്വിഡ് ആയിട്ട് എനി സോൾവെന്റ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ ഇരിക്കുന്ന ഈ കെമിക്കൽസിനെ എന്ത് ചെയ്യും? ആ ഒരു സോൾവെന്റ് താഴോട്ട് കൊണ്ടുപോകും. താഴോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ ഓരോ കെമിക്കൽസും എല്ലാ കെമിക്കൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ ഡിഫറെന്റ് കെമിക്കൽസിന് ഡിഫറെന്റ് റേറ്റിലായിരിക്കും ഈ സോൾവെന്റ് കൊണ്ടുപോകുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പൊളാരിറ്റിയെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പൊ ഒരുപാട് പൊളാരിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേട്ടോ. പൊളാരിറ്റി പറഞ്ഞു എന്താണ്? ഫാസ്റ്റ് ആയിരിക്കും, താഴോട്ട് വരും, പെട്ടെന്ന് താഴോട്ട് വരും. അല്ല, അങ്ങനെയാണോ പഠിച്ചത്? വേറെ ആർക്കെങ്കിലും നേരെ തിരിച്ചാണ്. അതായത് നോക്ക്, പോളാർ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ എടുക്കുന്ന സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് പോളാർ ആണ്.
അപ്പൊ നമ്മൾ പോളാരിറ്റി കൂടിയ കെമിക്കൽസ് ഉണ്ടെങ്കിൽ അവർ മുകളിൽ എന്ത് ചെയ്യും, ആദ്യം തന്നെ അവരുമായിട്ട് ബോണ്ടഡ് ഉണ്ടാക്കും. നോൺ പോളാർ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഏറ്റവും താഴെ പോകുന്നത്. ഓക്കെ, പോളാർ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഇവര് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂ മുകളിൽ നിൽക്കുന്നു, റെഡ് താഴെ വന്നു. ഇതിന്റെ മീനിങ് എന്താ? ബ്ലൂവിന് പൊളാരിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു റെഡ്. ഡൗട്ട് ഉണ്ടോ ആ കാര്യത്തിൽ ആർക്കെങ്കിലും? ഈ പൊളാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? പൊളാരിറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. അതായത് പൊളാരിറ്റി ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ച് ബേസിക് കുറച്ച് കെമിസ്ട്രി ആണ്. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. എല്ലാ എലമെന്റ്സിനും അല്ല ആറ്റത്തിനും നമുക്കിപ്പോ എന്താ പറയാ, ഈ ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ അങ്ങനെ പറയുന്ന പോലെ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം. ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി വരുന്നതിന്റെ മെയിൻ റീസൺ ഈ പറഞ്ഞ പോലെ ലോൺ ബയസും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ അറിയാം? ഇലക്ട്രോൺ ഇപ്പൊ നോക്കിയോ, നമ്മൾ കോവാലന്റ് ബോണ്ട് പഠിച്ചിട്ടില്ലേ? കോവാലന്റ് ബോണ്ട് എങ്ങനെയാ ഫോം ആവണേ? രണ്ട് OH എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് H. ഇവിടെ നിന്ന് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജന് 1 2 3 4 5 6 6 4 5 6 ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതില് ഓക്സിജൻ എന്താ ചെയ്യുക? ഹൈഡ്രജൻ വരുന്നു, ഹൈഡ്രജൻ വരുമ്പോൾ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ഓക്സിജന്റെ ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്യും. അപ്പം ഹൈഡ്രജന് 2 ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജൻ ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയിരിക്കും. ഇവിടെ വേറെ ഏതാണോ ഗ്രൂപ്പ് വരുന്നത് അവരോട്ട് പോകും. ഇത് ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? 1 2 3 4 5 6 7 8 ഓക്സിജന് ടോട്ടല് 8, ഓക്സിജന്റെ ഒക്ടേറ്റും കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇങ്ങനെ എന്നിട്ട് ഓക്സിജൻ ഇവിടെ എക്സ്ട്രാ ലോൺ പെയർസ് ഉണ്ട്. ഈ ലോൺ പെയർസ് എന്ത് ചെയ്യും? നമ്മൾ ഈ കോവലന്റ് ബോണ്ടിന്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞാൽ മ്യൂച്വലി ഷെയർഡ് എന്നാണ്. പക്ഷെ ഇവര് മ്യൂച്വലി ഷെയർ ചെയ്യത്തില്ല. ഈ ഓക്സിജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ കൂടുതലായതുകൊണ്ട് ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിനെ കുറെ കൂടെ അടുത്തോട്ട് പിടിക്കും. ഓക്കെ, മ്യൂച്വലി ഷെയർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം എക്സും വൈയും ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ അതിനാണ് മ്യൂച്വലി ഷെയർഡ് എന്ന് പറയുന്നത്. പക്ഷെ ഓക്സിജന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട്, അതായത് ഓക്സിജന് അപ്പുറത്തിരിക്കുന്ന, അപ്പൊ ബോണ്ട് ചെയ്തിരിക്കുന്ന ആളുടെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? അടുത്തോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഈ കപ്പാസിറ്റിയാണ് ആക്ച്വലി ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ വലിച്ചു പിടിക്കുന്നതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് ചാർജ് കിട്ടും, കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഹൈഡ്രജൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, എന്നാൽ ഹൈഡ്രജന്റെ അടുത്തുനിന്ന് ഒരു കുറച്ച് പോയി, ആ ഒരു ഡിസ്റ്റൻസ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ആയി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഒരു പാർഷ്യലി പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടില്ല, എന്നാൽ കുറച്ച് അടുത്തോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഒരു പാർഷ്യലി നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ ഒരു ഫിനോമിനാണ് പോളാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ബോണ്ടാണ്. മനസ്സിലായോ? ഇനി പൊളാരിറ്റി ഇല്ലാത്ത ബോണ്ട് ഇപ്പൊ നോക്കിയോ, ഡയറ്റോമിക് മോളിക്യൂൾസിന് ആർക്കും പൊളാരിറ്റി ഉണ്ടാവില്ല. ഇപ്പം ഓക്സിജന്റെ കേസ് എടുക്കുക. ഓക്സിജൻ ഇങ്ങനെ ഡബിൾ ബോണ്ടോ ആയിട്ട് നിൽക്കുകയെന്ന് വിചാരിച്ചോ. ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, ലോൺ പെയർസ് ഉണ്ടാവും, ഇവിടെ ലോൺ പെയർസ് ഉണ്ടാവും. ഇവര് തമ്മിലുള്ള നെറ്റ് ഡൈപോൾ മൊമെന്റ്, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തില്ല? പൊളാരിറ്റി ഇല്ല. ഈ ബോണ്ട് പോളാർ ബോണ്ട് അല്ല, നോൺ പോളാർ ബോണ്ടാണ്. എന്തുകൊണ്ടാണ് അത് നോൺ പോളാർ ബോണ്ടാണ്? ഇവിടെ ഓക്സിജൻ, ഒന്നാമത്തെ കേസ് ഓക്സിജൻ എത്ര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടോ അത്രയും നെഗറ്റിവിറ്റി ഇവിടെ ഉണ്ട്, രണ്ടും തമ്മിൽ ക്യാൻസൽ ആയി പോകും. രണ്ടാമത്തെ അല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഓക്സിജൻ എത്ര അടുത്തോട്ട് പിടിക്കും അത്രയും തന്നെ ഈ ഓക്സിജനും പിടിക്കും. അപ്പൊ അവർ തമ്മിൽ ഒരു ഡിസ്റ്റൻസിന്റെ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് നോൺ പോളാർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കണം. ഇതിനാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി പൊളാരിറ്റി ഉണ്ടെങ്കിൽ രണ്ട് പൊളാരിറ്റി ഉള്ള രണ്ട് സാധനങ്ങൾ പെട്ടെന്ന് ബോണ്ട് ചെയ്യും. ഈ പൊളാരിറ്റി വരുന്നത് ഈ സെക്കൻഡറി ബോൺസിനെ പറ്റി അറിയാം. എന്താ സെക്കൻഡറി ബോൺസ് എന്ന് പറയുന്നത്? പ്രൈമറി ബോൺസും സെക്കൻഡറി ബോൺസും. പറഞ്ഞ സെക്കൻഡറി ബോൺസ് എന്താ? എക്സാമ്പിൾസ് എന്തൊക്കെയാ? അറിയില്ലേ? സെക്കൻഡറി ബോൺസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്, വാൻ ഡെർ വാൾസ് ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ്, അതുപോലെ വരുന്നതാണ് സെക്കൻഡറി ബോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെക്കൻഡറി ബോൺസ് ഫോം ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ ഈ പൊളാരിറ്റി ആണ്. പൊളാരിറ്റി ഉണ്ടെങ്കിൽ അവിടെ സെക്കൻഡറി ബോൺസ് ഫോം ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം നമ്മൾ എടുക്കുന്ന നമുക്കറിയാം സ്റ്റേഷനറി ഫേസ് പോളാർ ആണ്. അപ്പൊ നമ്മൾ ഒഴിക്കുന്ന സോൾവെന്റ് അല്ലെങ്കിൽ സോൾവെന്റ് അല്ല, ഇവിടെ എടുക്കുന്ന സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്ന ആളും പോളാർ ആണെങ്കിൽ പോളാറും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പെട്ടെന്ന് ബോണ്ട് ചെയ്യും. അപ്പൊ ഇതിലിപ്പോ പൊളാരിറ്റി കൂടിയ ആൾക്കാർ മുകളിൽ തന്നെ സെക്കൻഡറി ബോൺസ് ഫോം ചെയ്ത് മുകളിൽ തന്നെ നിൽക്കും. കുറച്ചുകൂടെയൊക്കെ പൊളാരിറ്റി കുറഞ്ഞ ആളാണെങ്കിൽ കുറച്ചുകൂടെ താഴെ വന്നിട്ട് നിൽക്കും. ഒട്ടും പൊളാരിറ്റി ഇല്ലെങ്കിൽ, പൊളാരിറ്റി ഇല്ല എന്നുണ്ട് നോൺ പോളാർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ്, സോറി, നോൺ പോളാർ ആയിട്ടുള്ള കെമിക്കലാണ് അവിടെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഒരിടത്തും അബ്സോർബ് ചെയ്യില്ല. പൊളാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരിടത്തും അബ്സോർബ് ചെയ്യില്ല, താഴോട്ട് പോവും. നമുക്ക് അങ്ങനെയാണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. പിന്നെ കോളം എന്താന്ന് പറയുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷനിൽ ആദ്യം എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുക, അതിന്റെ കോളത്തിന് സ്റ്റേഷനറി ഫേസ് വെച്ചിട്ട് പാക്ക് ചെയ്യുക. ആൻഡ് എൻഷുറിങ് നോ ബബിൾസ് ആർ പ്രസന്റ്. അതിന്റെ ഇടയ്ക്ക് പ്രത്യേകിച്ച് ബബിൾസ് ഒന്നുമില്ല, ടൈറ്റ്ലി പാക്ക് ആയിട്ട് എടുക്കുക. ആൻഡ് സാച്ചുറേറ്റ് ദ കോളം വിത്ത് ദ മൊബൈൽ ഫേസ്. സാച്ചുറേറ്റ് ദ കോളം മൊബൈൽ ഫേസ്, അതായത് നമ്മൾ റിൻസ് ചെയ്യാന്നൊക്കെ പറയില്ലേ കെമിസ്ട്രിയില്. നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയാ ടെസ്റ്റ് ട്യൂബോ അല്ലെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയം എന്താണ് ഏത് കെമിക്കലാണ് എടുക്കാൻ പോകുന്നത് ആ കെമിക്കൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് വാഷ് ചെയ്യും. അതായത് അതിൻ്റെ അകത്ത് വേറെ വാട്ടർ കണ്ടൻസോ അങ്ങനെ ഒന്നുമില്ല. ഏതാണോ കെമിക്കൽ എടുക്കാൻ പോകുന്നത് അത് മാത്രമേ ഉണ്ടാവും പാടുള്ളൂ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ ആദ്യം എന്ത് ചെയ്യുക? നമ്മള് ഏതാണോ സോൾവെന്റ് എടുക്കുന്നത് ആ സോൾവെന്റ് വെച്ചിട്ട് ആദ്യം സ്റ്റേഷനറി ഫേസിലോട്ടൊന്ന് കംപ്ലീറ്റ് കവർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലോഡിങ് സാമ്പിൾ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പിൾ എടുത്തിട്ട് ഏതെങ്കിലും ഒരു സോൾവെന്റ്, ചെറിയൊരു കുറച്ച് വോളിയം എടുത്തിട്ട് ഏതെങ്കിലും ഒരു സോൾവെന്റിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് മുകളില് കോളത്തിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് എല്യൂഷൻ നടക്കും. എല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ അതിൻ്റെ അകത്തുള്ള കമ്പോണൻസ് സെപ്പറേറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൊബൈൽ ഫേസ് ഒഴിക്കുന്ന സമയത്തായിരിക്കും ഇത് എല്യൂഷൻ നടക്കുന്നത്. അതിന്റെ ആ മൊബൈൽ ഫേസിനാണ് നമ്മൾ എല്യൂവന്റ് എന്ന് പറയുന്നത്. Components in the mixture interact differently with the stationary and the mobile phase, leading to the separation of the travel out the column. And collection എന്ന് പറയുമ്പോൾ താഴെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഇതിനെ കളക്ട് ചെയ്യുക. ഫ്രാക്ഷൻസ് ആർ കളക്ടഡ് at the bottom of the column over time, and each fraction contains different components which can be analyzed further. ഡൗട്ട് ഉണ്ടോ ഇതുവരെ? എല്യൂഷനും കളക്ഷനും ഡൗട്ടില്ലല്ലോ? സർ, ഈ കോളത്തില് ഇനീഷ്യലി നമ്മൾ ഫില്ല് ചെയ്യുന്നത് സ്റ്റേഷനറി ഫേസ് ആണ്. പിന്നെ നമ്മള് മൊബൈൽ ഫേസ് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ സാമ്പിൾ ഒഴിക്കും അല്ലെ? അതായത് ഈ രണ്ടാമത് മൊബൈൽ ഫേസ് ഒഴിക്കുന്ന പറയുന്നത് ഒരു റിൻസിങ് അറിയോ? ജസ്റ്റ് ഒന്ന് എന്താ പറയാ ലാബിൽ ചെയ്യുന്ന അതായത് ഇപ്പൊ അതിന്റെ അകത്ത് വേറൊന്ന് ഇപ്പം അതായത് ആലോചിച്ച് നോക്കി, നമ്മൾ പൗഡർ ആയിട്ടാണ് സിലിക്കയൊക്കെ ആഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് നോർമലി വെള്ളം അല്ല വേറെ എന്തെങ്കിലും സാധനം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആവത്തില്ലേ? അതിന്റെ ഇടയിലുള്ള എയർ ബബിൾസ് എല്ലാം പോയിട്ടൊന്ന് സെറ്റ് ആവത്തില്ലേ? അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ സാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഒന്ന് സെറ്റ് ആയിട്ട് അതിന്റെ അകത്തുള്ള എയർ ബബിൾസ് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പിൾ എടുത്ത് നമ്മൾ ഏതെങ്കിലും ചെറിയ സോൾവെന്റിൽ മിക്സ് ചെയ്തിട്ട് മോഡല് വെച്ച് ഒഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എല്യൂവന്റ് കൊടുക്കും. സോൾവെന്റ് മൊബൈൽ ഫേസ് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യും. ആ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും കെമിക്കൽസ് താഴോട്ട് വരുന്നത്. ക്ലിയർ ആണോ? റിക്കവറി ഏജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് റിക്കവറി ഏജൻസ്? റിക്കവറി ഏജൻസോ
ഇതില് പിന്നെ വരുന്ന കുറച്ച് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ നമ്മൾ എടുക്കുന്ന സാമ്പിൾസ് കളേർഡ് സാമ്പിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇവരുടെ കളർ വെച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവര് കളർ ഇല്ലാത്ത സാമ്പിൾസ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, ഈ കോളത്തിന്റെ അകത്ത് എല്ലാവരും സെയിം ആയിട്ടൊക്കെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചില കെമിക്കൽസ് ആഡ് ചെയ്യും, അയഡിൻ പോലത്തെ കെമിക്കൽസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ചില ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യും. ഇപ്പൊ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പൊ ഒന്ന് അസിഡിക്കും ഒന്ന് ബേസിക്കും ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമുക്ക് മീതയിൽ ഓറഞ്ച് അങ്ങനെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായിരിക്കും ഈ റിക്കവറി എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രോമാറ്റോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ക്രോമാറ്റോഗ്രാം ഇതില് വരത്തില്ല. അത് ശരിക്കും ഈ ക്രോമാറ്റോഗ്രാഫി വെച്ച് നമുക്ക് ഒന്നിൽ അതായത് സെപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ എന്റെ ഒരു ലിറ്റർ ഒരു ഡൈ ഉണ്ട്, ആ ഡൈക്കകത്തുള്ള കളേഴ്സ് എല്ലാം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കാം. അല്ലാണ്ട് എന്റെ കയ്യിൽ കുറച്ച് സാമ്പിൾ ഉണ്ട്, ഒരു പ്ലാന്റ് ബേസ്ഡ് സാമ്പിൾ ഉണ്ട്, ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടിയ കുറച്ച് സാമ്പിൾ ഉണ്ട്, അതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. അങ്ങനെ അതിനു വേണ്ടി അപ്പൊ ഐഡന്റിഫൈങ് അത് ക്വാളിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, എത്ര സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതല്ല, കോളം ക്രോമറ്റോഗ്രഫി അല്ല, നമ്മൾ ഗ്യാസ് ക്രോമറ്റോഗ്രഫി അതുപോലെ തന്നെ ഹൈ പ്രഷർ അതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഗ്രാഫ് പോലത്തെ സാധനങ്ങൾ കിട്ടും. ആ ഗ്രാഫിനെയാണ് ക്രോമറ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മള് മറ്റേ ഡിറ്റക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്താ പറയാ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇത് മെക്കാനിക്കലി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.